മഹേഷിനെ പലപ്പോഴും മഹേഷിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു ചികിത്സ നടക്കുന്ന സമയത്തൊക്കെ. അപ്പൊക്കെ മഹേഷ് ചോദിക്കുകയായിരുന്നു, ചേട്ടാ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു, ദൈവമെന്ന് ഒരാൾ മുകളിലുണ്ടെങ്കിൽ കോടിക്കണക്കിന് മലയാളികളുടെ പ്രാർത്ഥനയുള്ളപ്പോൾ തീർച്ചയായിട്ടും മഹേഷ് വേദിയിൽ വരും. അതിനേക്കാൾ നന്നായിട്ട് കാണിക്കാൻ ദൈവം സഹായിക്കുന്നു. സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. ഒന്നിലധികം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും. അവർക്ക് ഏക ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഉണ്ടാവില്ല. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതും ഓരോരോ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. എന്നിട്ട് പോലും ജന്മസിദ്ധമായി അവരൊരു കാര്യം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരൊരു പോയിന്റിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അവർ അറിയാതെ തന്നെ ഏകനാണ് നമ്മുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതിന് ഉദാഹരണമാണ് ഈ വീഡിയോ. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഒത്തിരി ആളുകളെ കാണാനും കഴിയും. കുറച്ചാൾ മുമ്പ് ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു കേസിൽ അദ്ദേഹം കുടുങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടല്ലോ, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടല്ലോ. മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാക്കാണ്, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ടല്ലോ. അതിനുശേഷം അദ്ദേഹം ആ സംസാരം കുറച്ച് തുടർന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇന്ന ദൈവത്തിനെ വിളിക്കുന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഇന്നത് കണ്ടിരുന്നു, ഇന്ന ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇത് കണ്ടിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതായിട്ടും കേൾക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസിയാണ്. അദ്ദേഹം അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതിൽ ഭക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് ഒരുവനുണ്ടല്ലോ, കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഒരുവനാണ്, അവൻ അഹദാണ്, അവൻ ഏകനാണ്, ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഒരുവനുണ്ട്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം, അവൻ ഏകനാണ്, അത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ആഫ്രിക്കൻ വനാന്തരങ്ങൾ മുതൽ ആമസോൺ വനാന്തരങ്ങൾ തൊട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, മുകളിൽ ഒരുവനുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലാണുള്ളത് അല്ലേ. നമ്മൾ ആകാശ ലോകത്തേക്ക് കാണുമ്പോൾ വിശാലമായ ആകാശമാണ്. ഈ വിശാലതയ്ക്കപ്പുറം, ഈ പ്രപഞ്ചത്തിനപ്പുറം ഇതിനെല്ലാം ഒരു തുടക്കമുണ്ട്. എന്നാൽ അവൻ എവിടെയുള്ളത്? അവൻ നമുക്കൊപ്പം ഉണ്ട് താനും. ഈ ഒരു ബോധം ഉണ്ടല്ലോ, തനിച്ചിരിക്കുമ്പോൾ പോലും എൻ്റെ ഒപ്പം, എൻ്റെ കൂടെ ഞാനല്ലാതെ മറ്റാരോ ഉണ്ട്. തനിച്ചിരുന്ന് കരയുന്നൊരു വ്യക്തി അത് കരയുന്ന സമയത്തും അവൻ്റെ മനസ്സിൽ വരും, എല്ലാം കണ്ടുകൊണ്ട് ദൈവം ഉണ്ടല്ലോ, ഒരാളുണ്ടല്ലോ മുകളിൽ. ആ ഒരു സാധനം വരുന്നുണ്ടോ? ആ ഒരു സാധനത്തിനെ ഫോഴ്സ്ഫുള്ളി എടുത്തു കളയുന്നവൻ്റെ പേരാണ് യുക്തിവാദി. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവനിൽ വരുന്ന ഡിപ്രഷൻ, നിങ്ങൾ യുക്തിവാദികളുടെ ഹിസ്റ്ററി നോക്കി, അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എടുത്ത് നോക്കി കാണാൻ പറ്റും. മെൻ്റൽ ഹെൽത്ത് വളരെ കുറവായിരിക്കും. ആളുകളുടെ മുമ്പിൽ എടുത്തിയാടി ഘോരം പ്രസംഗിക്കുന്നതല്ലാതെ മെൻ്റൽ ഹെൽത്ത് വളരെ കുറവായിരിക്കും. പേഴ്സണൽ ലൈഫ് വളരെ വീക്കായിരിക്കും. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ടെൻഡൻസി ഉള്ളതും ജീവിതത്തിൻ്റെ രുചി മനസ്സിലാക്കാതെ പോകുന്നതും അവരായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുവനുണ്ടല്ലോ മുകളിൽ, അല്ലെങ്കിൽ ഒരുവനുണ്ട്, എല്ലാം കേൾക്കുന്ന ഒരുവനുണ്ട്. ആ ഒരുവൻ, ഏകനായവൻ, സൃഷ്ടാവായവൻ, ഏകനായ സൃഷ്ടാവായ സർവ്വലോക രക്ഷിതാവായ അവൻ മാത്രമാണ് ആരാധനയ്ക്കർഹൻ. അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ഇൻബിൽറ്റായിട്ട് ആ ഒരു ചിന്തയുള്ളത്.